ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ദുബായ് ട്രിപ്പിൻ്റെ ഡേ 1 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ദുബായിൽ എത്തിച്ചേർന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി പോകാൻ പോകുന്നത് ഷാർജയിലോട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഷാർജയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സിസ്റ്ററിലോയും ഫാമിലിയും ഷാർജയിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെയും സ്റ്റേ അവിടെയാണ്. അപ്പോൾ ആക്ച്വലി എൻ്റെ സിസ്റ്ററിലോ 1 ഇയർ ആയിട്ട് സ്കോട്ട്ലൻഡിലാണ്. അപ്പോൾ അതിന് മുൻപേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ദുബായിലും സ്റ്റേ ഷാർജയിലും ആയിരുന്നു. അപ്പോൾ സിസ്റ്ററിലോ ഇപ്പോൾ 1 മന്ത് ലീവ് എടുത്ത് ഷാർജയിലോട്ട് വന്നേക്കുവാണ്. കാരണം ഹസ്ബൻഡും കുട്ടികളൊക്കെ സ്റ്റില്ല് ഷാർജയിൽ തന്നെയാണ്. അപ്പോൾ അവരെ കാണാനായിട്ട് വന്നപ്പോൾ നമ്മളോടും വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിർബന്ധിച്ചപ്പോഴാണ് നമ്മളും എന്ന് വരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ അവരൊക്കെ ഉള്ളപ്പോഴാണെങ്കിലും അവർക്ക് ഒത്തിരി വർഷം നിന്നിട്ടുള്ളതാണ്. പുള്ളിക്കാരുടെ ഹസ്ബൻഡൊക്കെ ഒത്തിരി വർഷമായിട്ട് ഗൾഫിലാണ്. അപ്പോൾ അവർക്ക് സ്ഥലങ്ങളൊക്കെ അറിയാം. അപ്പോൾ അവരുള്ളപ്പോൾ ആണെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പ്ലേസ് കാണുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത്. പക്ഷേ ആക്ച്വലി ഈ ഒരു ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് കൺട്രീസ് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്യൂട്ടബിൾ ടൈമല്ല. കാരണം നല്ല ചൂടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ UK നിന്നതാണ്. ഇവിടെ കൂടുതലും വിൻ്റർ ആയിരുന്ന കാരണം തന്നെ നമുക്ക് പെട്ടെന്ന് ഒത്തിരി ചൂടാകുമ്പോഴത്തേട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിവിടെ വിൻ്ററിൽ അഡ്ജസ്റ്റ് ആയിട്ട് നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ചൂട് പോലും അല്ല അവിടെ, അതിനും നല്ല ചൂടാണ്. അപ്പം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ചൂട് ഫീൽ ചെയ്തു. എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ചെറിയൊരു ടെൻഷനായിരുന്നു, ഈ ചൂടത്ത് പുറത്തൊക്കെ പോകാൻ പറ്റുന്നൊരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി നിങ്ങൾ ദുബായിലൊക്കെ വരാനായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും വിൻ്റർ ടൈം നോക്കി സെലക്ട് ചെയ്യുക. കാരണം ഒത്തിരി നല്ല സ്പോട്ടുകളൊക്കെ ഇവിടെ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ വിൻ്റർ ടൈം നോക്കി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ചൂട് അനുഭവപ്പെടത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി പ്ലേസുകൾ വിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ ഒരു അജ്മാൻ ബോർഡറൊക്കെ താണ്ടിയിട്ടാണ്, അജ്മാൻ റാസൽ ഖൈമ ഈ ഒരു ബോർഡേഴ്സൊക്കെ താണ്ടി, അജ്മാനും റാസൽ ഖൈമയൊക്കെ താണ്ടിയാണ് നമ്മൾ ഷാർജയിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പോണ വഴി മുഴുവൻ കൂടുതലും കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. കാരണം നമ്മുടെ ഇവിടേക്ക് ഇത്രയും കെട്ടിടങ്ങളൊന്നും ഞങ്ങളുടെ ഒരു ഏരിയയില്ല കേട്ടോ. ലണ്ടനിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നിറച്ച് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ ഞങ്ങളുടെ ഏരിയയിൽ ഇത്രയും ഇങ്ങനെ ബിൽഡിങ്സോ കാര്യങ്ങളോ കൺസ്ട്രക്ഷൻസോ ഒന്നും ഇല്ല. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് കാണുന്നതൊക്കെയാണ്. ഞാനിങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈവനിങ്ങിൽ ഷാർജയിൽ ദുബായിലോട്ട് വരുവാണ് ചെയ്തത്, ദേറയിൽ വരുവാണ് ചെയ്തത്. ഞങ്ങൾ അന്നത്തെ ഒരു ദിവസം സത്യം ഒന്നും ചെയ്തില്ല കേട്ടോ. ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ നൈറ്റ് ഓഫിൻ്റെ അന്നാണ് ഞങ്ങൾ ആക്ച്വലി ദുബായിലോട്ട് വരുന്നത്. അപ്പോൾ അന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വേണമെങ്കിൽ റെസ്റ്റൊക്കെ എടുത്തോളാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ റെസ്റ്റ് ഒന്നും എടുത്തില്ല. അവിടെ വന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ കുളിച്ചിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണ് ചെയ്തത്. ആക്ച്വലി ഷോപ്പിങ്ങിന് വന്നപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഉറങ്ങാത്തതിന് നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ മോളിൽ വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട്. കാരണം ഇവിടെ ഭയങ്കര എല്ലാത്തിനും നല്ല സെലക്ഷനുണ്ട്. കാരണം ഞാനിപ്പോൾ UK നിൽക്കുമ്പോൾ ഇവിടെ അത്രയും സെലക്ഷനൊന്നും ഇവിടെയുള്ള കടകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെയെന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഭയങ്കര വൈഡ് വെറൈറ്റി ഓഫ് സെലക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഷോപ്പൊക്കെ ഈ സെലക്ഷനൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനാണെങ്കിൽ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒരു ഷോപ്പിംഗ് മാത്രമുള്ളൊരു മിനി വ്ളോഗാണ്. അപ്പം ഞാനൊരു വീഡിയോ ഇടാനായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേട്ടും ഡേ 2 മുതലായിരിക്കും ഇടുന്നത്. അപ്പോൾ ഡേ 1 എന്ത് ചെയ്യുന്നുള്ളത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാവും. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളത്, ചെറിയൊരു മിനി വ്ളോഗ് മാത്രമാണ്. ജസ്റ്റ് നമ്മളൊന്ന് ഷോപ്പ് ചെയ്യുന്നുണ്ട്, ആ ദിവസം ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.